ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫോർത്ത് സെം ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ 3rd and 4th ചാപ്റ്ററാണ്. വളരെ സ്മോൾ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ 2 ചാപ്റ്റർ പറഞ്ഞു പോകുന്നത്. സോ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. സോ നമുക്കറിയാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആണ് ജെൻഡർ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മേജർ ആസ്പെക്ട്സ്, ജെൻഡർ ആൻഡ് പാട്രിയാർക്കി, അതുപോലെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ദാറ്റ് ഈസ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. സോ എന്താണ് ശരിക്കും ജെൻഡർ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ജെൻഡർ എന്ന് വെച്ചാൽ റോൾസ്, ചില പ്രത്യേക റോൾസ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, ഇതാണ് ജെൻഡർ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരാണെങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പെണ്ണെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ജെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസ് ആണെങ്കിൽ ജെൻഡർ സോഷ്യൽ ഐഡൻറ്റിറ്റിയാണ്. സോ ജെൻഡർ എന്ന് പറയുന്നത് ലേൺഡ് ആയിട്ട് വരുന്ന, അതായത് പഠിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ നാച്ചുറൽ അല്ല. ഇനി എങ്ങനെയാണ് ഈ ജെൻഡർ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് മുതലേ സൊസൈറ്റി ജെൻഡറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഫാമിലിയിലൂടെ, നമ്മൾ പഠിക്കുന്ന സ്കൂളിലൂടെ, മീഡിയയിലൂടെ, എല്ലാവരും ഫോളോ ചെയ്യുന്ന റിലീജിയനിലൂടെ, ഇതിലൂടെയൊക്കെ നമ്മുടെ ജെൻഡറിനെ സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ബോയ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം, ഇതൊക്കെയാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം ഗേൾസ് ആണെങ്കിലോ വളരെ കെയറിങ് ആയിരിക്കണം, ജെൻറ്റിലായിരിക്കണം, എപ്പോഴും വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിരിക്കണം, എന്നൊക്കെ ഉള്ളതാണ്. സോ ഇതൊക്കെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ ബയോളജിക്കൽ ട്രൂത്ത്സ് ഒന്നും ഇതിലില്ല. ഇനി ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ഒരു ഐഡിയ പറയുന്നുണ്ട്, അതായത് ജെൻഡർ ഫിക്സ്ഡ് അല്ല, ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി പെർഫോം ചെയ്യുന്ന ഓരോ ആക്ഷൻസിലൂടെ റിപ്പീറ്റഡ്ലി പെർഫോം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു റോൾ നമ്മൾ പ്ലേ ചെയ്യുകയാണ്, എങ്ങനെ, അല്ലെങ്കിൽ ആക്ട് ചെയ്യുകയാണ്, അതായത് അത് നാച്ചുറൽ ആണെന്ന് തോന്നുന്നത് വരെ നമ്മളത് വീണ്ടും വീണ്ടും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ജൂഡിത്ത് ബട്ട്ലർ ജെൻഡറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജെൻഡർ ഫ്ലൂയിഡാണ് നമുക്കറിയാം അല്ലേ. ജെൻഡർ കൾച്ചർ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സൊസൈറ്റി മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സമയം പോകുന്നതനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് ജെൻഡറിൽ വരാറുണ്ട്. അതായത് ഇപ്പോൾ എന്താണ് മസ്കുലൈൻ അല്ലെങ്കിൽ എന്താണ് ഫെമിനൈൻ എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും യൂണിവേഴ്സൽ അല്ല. അതിങ്ങനെ സമയം പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി അതിൽ മെയിനായിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്ററിക്കൽ വേരിയേഷൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ജെൻഡർ റോൾസ് പല സൊസൈറ്റിയിലും ഡിഫർ ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ടൈം പീരീഡ് മാറുന്നതനുസരിച്ച് അതിൽ വേരിയേഷൻസ് വരും. അതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ മസ്കുലൈനിറ്റിക്കോ ഫെമിനൈനിറ്റിക്കോ ഒന്നും ഒരു യൂണിവേഴ്സൽ ഡെഫിനേഷൻ ഇല്ല. ഇപ്പോൾ ചില കൾച്ചേഴ്സിൽ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള സ്കേർട്ട് ഇടുന്നു വിചാരിച്ചു. സോ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യൂണിവേഴ്സൽ ഡെഫിനേഷൻ ഇല്ല, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സോ ജെൻഡർ റോൾസ് ടൈം പോകുന്നതനുസരിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ സെയിം സൊസൈറ്റി തന്നെ ആയിരിക്കും. ഇതാണ് ഇതിൽ പറയുന്നത്. സോ ഇത് കാണിക്കുന്നത് ജെൻഡർ ഫിക്സ്ഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് പോയിന്റ് സോഷ്യലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ജെൻഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേരൻസ്, ടീച്ചേഴ്സ്, മീഡിയ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമുക്കറിയാം, പല ടോയ്സും ക്ലോത്ത്സും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസൊക്കെ ജെൻഡർ സ്പെസിഫിക് ആയിട്ടാണ് പോകുന്നത്. സോ ഇങ്ങനെ ജെൻഡർ റോൾസ് ഫോളോ ചെയ്യുന്നതിന് ചിൽഡ്രൻ ആർ അവാർഡഡ് അല്ലെങ്കിൽ റിവാർഡഡ് അല്ലേ. സോ ഈ ഒരു റിപ്പീറ്റഡ് ആക്ഷൻസൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വരുന്നതാണ് നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. നമുക്കറിയാം, സൊസൈറ്റി ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് റൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആൾക്കാരെല്ലാവരും ഈ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത റൂൾസിനെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു നോംസിനെ അല്ലെങ്കിൽ ഈ ഒരു റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഇത് ക്രിറ്റിസിസം നടക്കാനായിട്ട് സാധ്യതയുള്ള കാര്യമാണ്. അതുപോലെ സോഷ്യൽ പ്രഷർ ഉണ്ടാവും. നമുക്കറിയാം, ബോയ്സ് എപ്പോഴും കരയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. സോ ഇത് ഒരു പ്രത്യേക നോംസാണ്.
അതായത് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. സോ ഇവിടെ നോംസ് നമ്മൾ പേഴ്സണൽ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനത്തെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഇൻ്റർസെക്ഷനാലിറ്റി. നമുക്കറിയാം ജെൻഡർ ഇസ് ഓൾവേസ് ലിങ്ക്ഡ് വിത്ത് ക്ലാസ്, കാസ്റ്റ്, റേസ്, സെക്ഷുവാലിറ്റി, ഡിസബിലിറ്റി, ഇതിനോടൊക്കെ ലിങ്ക്ഡ് ആണ് അല്ലേ. സോ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ജെൻഡർ എന്ന് വെച്ചാൽ എപ്പോഴും സെയിം ആയിരിക്കില്ല, സെയിം രീതിയിലായിരിക്കത്തില്ല. ചില ആൾക്കാർ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് ആൻഡ് ചേഞ്ച്. നമുക്കറിയാം ജെൻഡർ റോൾസിനെ എപ്പോഴും നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറേ സ്റ്റീരിയോ ടൈപ്സിനെ ക്വസ്റ്റ്യൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും ഒക്കെ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. ഇനി ഇംപ്ലിക്കേഷൻസ് ഫോർ പോളിസി ആൻഡ് പ്രാക്ടീസ്. സോ നമുക്കറിയാം ഈ ഒരു ജെൻഡർ ഇതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്തിനൊക്കെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ. അതുപോലെ ഫെയർ ആയിട്ടുള്ള വർക്ക് പ്ലേസ് പോളിസീസും നൽകും. പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇൻക്ലൂഷനും ഇക്വാളിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് നമ്മളിത് സഹായിക്കും. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ജെൻഡർ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്യാം, ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി, ഫ്രീഡം, ഇതിനൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ വരുന്ന ചാപ്റ്ററാണ് ജെൻഡർ ആൻഡ് പാട്രിയാർക്കി. ഇത് വളരെ സ്മോൾ ചാപ്റ്റേഴ്സാണ് രണ്ടും, ചെറിയ ചെറിയ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് പാട്രിയാർക്കി നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് ഒരുപാട് തവണ. എന്താണ് പാട്രിയാർക്കി? ഇതൊരു സിസ്റ്റമാണ്. എന്ത് സിസ്റ്റമാണ്? അതായത് സൊസൈറ്റിയിൽ പുരുഷന്മാർക്കാണ് ഒരുപാട് കൺട്രോളും പവറും ഉള്ളത്. ഈ ഒരു സിസ്റ്റമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. അതായത് മെൻ ആണ് എപ്പോഴും അതോറിറ്റി ആൻഡ് ലീഡർഷിപ്പ് ഉള്ളത്. വിമൺ അതേസമയം ഡൊമസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ സപ്പോർട്ടീവ് റോൾസൊക്കെ ചെയ്താണ് പോകുന്നത്. സോ ഇതിനാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. ഇനി ജെൻഡർ ആൻഡ് പവർ നമുക്ക് നോക്കാം. എപ്പോഴും നമുക്കറിയാം ജെൻഡർ റോൾസ് എന്ന് വെച്ചാൽ മെയിൽ ഡൊമിനൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. സൊസൈറ്റി വിമണിൻ്റെ ഭാഗം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡൻ്റ് ആവാനാണ്. അല്ല, എപ്പോഴും പുരുഷന്മാരുടെ അണ്ടറിലായിരിക്കണം വിമൺ എന്നുള്ളൊരു സംഭവമാണ്. സോ ഇത് വിമണിൻ്റെ ഫ്രീഡത്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്. ഇനി ഇനീക്വാളിറ്റി ഇൻ സൊസൈറ്റി. അതുപോലെ നമുക്കറിയാം ഇപ്പം ഡിവിഷൻ ഓഫ് ലേബർ എടുക്കുകയാണെങ്കിലും വിമണിന് ഡൊമസ്റ്റിക് വർക്കാണ്, അതും അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കാണുള്ളത്. മെന്നെന്ന് വെച്ചാൽ പബ്ലിക് വർക്കാണ്, അത് പെയ്ഡുമാണ്. സോ ഇത് ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസിന് സാധ്യത കൂട്ടുന്നൊരു കാര്യമാണ്. അതുപോലെ സൊസൈറ്റിയിലാണെങ്കിലും കുറേ ഇനീക്വാളിറ്റീസ് വിമൺ ഫേസ് ചെയ്യുന്നുണ്ട്. അത് വേജ് ഗ്യാപ്പ് ആണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടും ലെസ് റെപ്രസെൻറ്റേഷൻ കൊണ്ടും ഒക്കെ അവർ ഇനീക്വാളിറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ഓഫ് ജെൻഡർ റോൾസ്. നമുക്കറിയാം പാട്രിയാർക്കി എപ്പോഴും ട്രഡീഷണൽ ജെൻഡർ റോൾസിനാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. സോ ഈ ഒരു റോൾസ് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ത്രൂ ഫാമിലി, മീഡിയ ആൻഡ് കൾച്ചർ. സോ വിമൺ എപ്പോഴും കൺഫൈൻ ചെയ്തിരിക്കുന്നതും ഇതിനോടൊക്കെയാണ് കെയർ ഗിവിങ് റോൾസാണ്. സോ ജനറേഷൻസ് പോകുന്നതനുസരിച്ച് ഇനീക്വാളിറ്റീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നതാണ് പവർ ആൻഡ് പ്രിവിലേജ്. മെന്നാണ് എപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്നത് അല്ലേ, പൊളിറ്റിക്സിന്, എക്കണോമി, ഡിസിഷൻ മേക്കിംഗ്, ഇതിലൊക്കെ മെന്നാണ് എപ്പോഴും ഡൊമിനേഷൻ ഉള്ളത്. വിമണിന് ഇതിനോടൊക്കെ ലിമിറ്റഡ് ആക്സസ് ആണ് ഉള്ളത്. ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണെങ്കിലും ഒക്കെ. സോ ഇതൊരു പവർ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓൺ മസ്കുലൈനിറ്റി. നമുക്കറിയാം പാട്രിയാർക്കി എപ്പോഴും മെന്നിന് കൊടുക്കുന്നത് റിച്ച്ഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് അല്ലേ. സോ പുരുഷന്മാരെന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം, ഇമോഷൻലെസ് ആയിരിക്കണം, ഡോമിനൻ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇത് സ്ട്രെസ്, അഗ്രഷൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും, ഇതിലേക്കൊക്കെ നയിക്കും. ഇൻ്റർസെക്ഷനാലിറ്റി ആൻഡ് ഓപ്പറേഷൻ. പാട്രിയാർക്കി ആൾക്കാരെ പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ക്ലാസ്, കാസ്റ്റ്, റേസ്, ഇതിലോടൊക്കെ ലിങ്ക്ഡ് ആയിട്ടാണ് ഇൻ്റർസെക്ഷനാലിറ്റി വരുന്നത്, അത് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ പല ആൾക്കാരും ചില ഗ്രൂപ്പ്സ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. നമുക്കറിയാം ഇത്രയൊക്കെ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് കുറേയൊക്കെ ഈ പാട്രിയാർക്കി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇത് ഇക്വാളിറ്റി, ഫ്രീഡം, ജസ്റ്റിസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ അവയർനെസ് വഴി ചേഞ്ച് കൊണ്ടുവരാൻ പോസിബിളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സോ ഇൻ കൺക്ലൂഷൻ നമുക്കറിയാം ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആണ്, നാച്ചുറൽ അല്ല. അതുപോലെ പാട്രിയാർക്കി ജെൻഡർ റോൾസ് യൂസ് ചെയ്യുന്നത് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തതാണ്, ബയോളജി അല്ല. സോ ഈ സിസ്റ്റമിനൊക്കെ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഒരു ബെറ്റർ സൊസൈറ്റി എൻഷുർ ചെയ്യുന്നത് ഇക്വാളിറ്റി, ഫ്രീഡം ആൻഡ് റെസ്പെക്റ്റ് ആണ്. സോ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചത് എന്താണെന്ന് അത് വെച്ചിട്ടല്ല, പക്ഷേ സൊസൈറ്റി നമ്മൾ ആക്കിയെടുക്കുന്നതാണ് അത് വെച്ചിട്ടാണ് പോകുന്നത്. സോ നമ്മൾ ഈ ഒരു ഐഡിയാസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ ഒരു എന്താ പറയുക, ഇക്വാളിറ്റിയും ഫ്രീഡം ഒക്കെ ഉള്ളൊരു വേൾഡിലേക്ക് നമ്മൾ നീങ്ങാനായിട്ട് ഇത് സഹായിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.